ഹലോ, ഞാൻ സംസാരിക്കുന്നത് പ്രകമ്പനം എന്ന ഫിലിമിനെ പറ്റിയാണ്. തിയേറ്ററില് ഞാൻ ഫസ്റ്റ് ഹാഫ് ഫിലിം കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറയാ, നമ്മളൊരു രോമാഞ്ച ഫിലിമൊക്കെ കാണുമ്പോണ്ടായിരുന്ന ഒരു ഫീലില്ലേ. രോമാഞ്ച ഫിലിം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയിട്ട് കണ്ടൊരു ഫിലിമായിരുന്നു. രോമാഞ്ചം ഫിലിം കാണുന്ന രീതിയിലാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഒക്കെ തോന്നിയിട്ടുണ്ടായത്. ഇതൊരു ഫിലിമിന് റിലേറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രോമാഞ്ച ഫിലിം നമ്മൾ കണ്ട എന്താണോ അത്തരം ഒരു കാര്യം ഒരു ബോയ്സ് ഹോസ്റ്റലിൽ നടക്കുന്നു. കോളേജ്, രാഷ്ട്രീയം, അതുപോലെ തന്നെ എന്താ പറയാ പ്രേതം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ഈ ഫിലിമില് ആമീൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, അവരെ ഏറ്റവും നന്നായിട്ട് മുമ്പിലെ ഫിലിമിലൊന്നും എനിക്ക് അവരുടെ ആക്ടിങ് അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ആപ്റ്റ് ആയ ഒരു റോള് കിട്ടിയിട്ട് അവരേറ്റവും മനോഹരമായിട്ട് ചെയ്തു എന്ന് തോന്നിയൊരു കാര്യം കൂടിയാണ്. അതുകൂടാതെ നമ്മളെ പണിയിലെ ഒരു ആക്ടർ ഉണ്ടല്ലോ, ചേച്ചി സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ആക്ടർ, അത് എന്താ പറയാ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗണപതി, ഇവരൊരു കോംബോ ഏറ്റവും നല്ല രീതിയിൽ തിയേറ്ററിൽ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഫിലിമിലെ പ്രണയം, അതുപോലെ തന്നെ ബെസ്റ്റി, സാമൂഹിക പ്രശ്നങ്ങൾ, ഇവയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഫിലിം കടന്നു പോകുന്നത്. ഈ ഫസ്റ്റ് ഹാഫ് വരെ എന്താ പറയാ നമ്മൾ ചിരിച്ചും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മൂമെന്റുകളും ഈ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ചിരിക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ട്സുമായിട്ട് പോയി കഴിഞ്ഞാലും നന്നായിട്ട് ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫിലിം എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതിന്റെ സംവിധായകൻ എന്താ പറയാ ഈ രോമാഞ്ച ടച്ച് പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഈ ഫിലിമിലെ കഥയെ അത്തരത്തിൽ പറഞ്ഞു വന്നതാണോ എന്നറിയില്ല. ഒന്ന് കോളേജ്, ക്യാമ്പസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തറവാട്, ഇതിന് പറ്റിയ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങൾ, പിന്നെ ഈ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ലേഡീസ് ഹോസ്റ്റല്, ഇങ്ങനെ പല കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സെക്കൻഡ് ഹാഫില് ഈ ഫിലിമിന് ഫസ്റ്റ് ഹാഫിനെ മുട്ടി നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എങ്ങനെ പറയാ മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലൊരു സെക്കൻഡ് ഹാഫ് ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് ഹാഫിന്റെ അതേ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ രോമാഞ്ചം പോലെയും അതിനു മേലത്തേക്ക് എത്തുന്ന ഒരു ഫിലിമായിരുന്നു തോന്നിയിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. 3 പേരെയാണ് ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് പറയുന്നുള്ളത്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആക്ടേഴ്സും എല്ലാവരും ഒരു ഫിലിമിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തിയ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ നമുക്കൊരു 2.5 മണിക്കൂർ സമാധാനത്തോടെ പോയി ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. അതിലുപരി ഈ കഥയെ സംവിധായകൻ ഒന്നും കൂടി നന്നായിട്ട് ചിന്തിച്ച് ഈ ഹോസ്റ്റല്, ലേഡീസ് ഹോസ്റ്റല്, കോളേജ്, പിന്നെ തറവാട്, പ്രേതം, ഇതിനെ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ, സെക്കൻഡ് ഹാഫ് ഒരു സ്റ്റെപ്പും കൂടി ഉയർത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്താ പറയാ ഏറ്റവും നല്ലൊരു ഫിലിം ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ തുടക്കത്തിൽ ഏറ്റവും നല്ലൊരു ഫിലിമായി മാറാൻ ശേഷിയുള്ള ഒരു ഫിലിമായിരുന്നു. കാരണം എനിക്ക് ആ ഫിലിം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമ്മളൊരു ഒട്ടും പ്രതീക്ഷയില്ലാതെ പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടൊരു ഫിലിമായിരുന്നു കേട്ടോ. ഞാനൊരു വേറൊരു ഫിലിം കാണാൻ വേണ്ടി പോയപ്പോൾ ഈ ഫിലിമിലേക്ക് ടിക്കറ്റ് എടുത്ത് ഇതിൽ കാണേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഞാൻ കയറിയതാണ്. എന്തായാലും ഞാൻ ഈ ഫിലിം കാണാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വളരെ നന്നായി തോന്നി. കാരണം വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കഥ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രേതായിക്കോട്ടെ, പിന്നെ ഇവര് 3 ടീമുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മറ്റു കാര്യങ്ങള്, അതൊക്കെ ഏറ്റവും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. കോളേജിനും ഹോസ്റ്റലിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇതൊന്നും കൂടി റിലേറ്റീവ് ആകുന്ന, ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്ത ആൾക്ക് ഇതൊന്നും കൂടി റിലേറ്റീവ് ആകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന അവരൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതും നന്നായിട്ടുണ്ടായിരുന്നു. അതും എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്നല്ല, അവരിലൂടെ കഥ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അവരിലൊരു സസ്പെൻസ് ഒളിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ അവരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കഥ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മല്ലിക സുകുമാരൻ എന്നുള്ളൊരു ആക്ടറും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാവുന്നത് ഈ 3 പേരെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഒന്ന് ചിരിക്കാം അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ വീക്ക് ഇറങ്ങിയ ഒന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫിലിമിൽ ഒന്നായിരിക്കും ഈ പ്രകമ്പനം. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോവുക, ഫിലിം കാണുക, ഹാപ്പി ആയി തിരിച്ചു വരിക. പിന്നെ ഓരോപ്പം ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളെ ഫിലിമിനോടുള്ള താല്പര്യവും അതിനോടുള്ള എന്താ പറയാ നിങ്ങൾ സമീപിക്കുന്ന രീതിയൊക്കെ. എനിക്ക് ആ ഫിലിം എന്താ പറയാ കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആ 3 ക്യാരക്ടേഴ്സ് അഭിനയിച്ച ആൾക്കാരെയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു ഈ 3 ആൾക്കാർ.
അതുകൊണ്ട് തന്നെ അവരെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റു ഫിലിമിലായിക്കോട്ടെ ഒക്കെ ഞാൻ കാണുന്നതും ഫോളോ ചെയ്യുന്നതും കൂടി ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ അഭിനയവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ആമി എന്ന് പറയുന്ന ആളുടെ അവരുടെ റീൽസൊക്കെ ഞാൻ നമ്മളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ. അവർ മുന്നിലുള്ള ഫിലിമിൽ ആ റീൽസിലില്ലത്ര പോലും അഭിനയിക്കാൻ പറ്റിയൊരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിന് കിട്ടിയ എന്താ പറയുക ആപ്റ്റായ റോളാണ്. അത് മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോവുക, എന്തായാലും ഫിലിം കാണുക, എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ബൈ.